ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അനിർബാനെ അവൻ്റെ അച്ഛൻ അടിക്കുന്നതാണ് കാണിക്കുന്നത്. ചാരുവും ദുർഗയും ഇത് ഒളിച്ചു നിന്ന് കാണുന്നുണ്ടാകും. അപ്പോൾ അനിർബാൻ അഭിരൂപിൻ്റെ മകനാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അഭിരൂപ് അവനെ നന്നായിട്ട് ചീത്ത പറയുകയാണ്. നീ ഇങ്ങനെ ഒരു നാടകം ഈ വീട്ടിൽ നടത്തിയത് രാജാബാരി കേസിൻ്റെ മീറ്റിംഗ് ഇവിടെ നടക്കുന്നതറിഞ്ഞ് എന്നെ എല്ലാവരുടെയും മുന്നിലും അപമാനിക്കാത്ത ഉദ്ദേശത്തോടെയും ആ കേസിൽ ഞാൻ തോൽക്കാൻ വേണ്ടിയുമല്ല എന്ന് അവനോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അനിർബാന് ചാരുവും ദുർഗയും ഇതെല്ലാം കാണുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് അവൻ്റെ അച്ഛനോട് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കില്ല, ആ നാട്ടുകാരുടെ ഒപ്പമേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവൻ്റെ പ്ലാനാണ്. ചാരുവിനും ദുർഗയ്ക്കും അവനോട് വിശ്വാസം വരാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുന്നത്. അപ്പോൾ അഭിരൂപ് അവനോട് ദേഷ്യത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങാണ്. അതിനുശേഷം അനിർബാൻ ദുർഗയുടെയും ചാരുവിൻ്റെയും അടുത്ത് വന്ന് അവനെ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. ദുർഗയ്ക്ക് അവനെ പൂർണ്ണ വിശ്വാസമാണെന്ന് പറഞ്ഞ് ചാരുവിനോട് ദുർഗ എനിക്ക് വേണ്ടി നീ അനിർബാനെ വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചാരു അതിന് ഓക്കെ പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ അവൾ അനിർബാനെ നോക്കിയിട്ട് മനസ്സിൽ ഞാൻ ഇങ്ങനെയൊക്കെ ദുർഗയോട് പറയുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ണ് എപ്പോഴും നിന്നിലുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ദുർഗയെ കല്യാണം കഴിക്കാൻ പോകുന്ന മുന്ന എന്ന് പറഞ്ഞ ആ ആളെ കാണിക്കുകയാണ്. ആളെ സിത്താര എന്ന് പറഞ്ഞ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇയാൾ അത്ര മാന്യനായ മനുഷ്യനൊന്നും ആവില്ല, കള്ളനും റൗഡിയും ഒക്കെ ആവും. അപ്പോൾ ഈ ഒരു ആലോചന ദുർഗയ്ക്ക് കൊണ്ടുവന്നത് ബോലിയാണ്. അപ്പോൾ ബോലിക്ക് ദുർഗയുടെ ജീവിതം കുളം തോണ്ടണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇയാളെ കൊണ്ട് ദുർഗയെ കെട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ സിത്താര എന്ന് പറഞ്ഞ സ്ത്രീയും അവരുടെ ആൾക്കാരും കൂടെ മുന്നേ പൈസ തിരിച്ചു കൊടുക്കാത്തതിനെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഞാൻ വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാൻ പോകുവാണെന്നും അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ എനിക്ക് സമയം തരണമെന്നും അവരോട് പറയുന്നുണ്ട്. അതിനുശേഷം മുന്നയുടെ കൂടെ സിത്താരയും അവൻ്റെ അമ്മയാണെന്ന് കളവ് പറഞ്ഞിട്ട് റോയ് ചൗധരി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് അനിരുദ്ധിൻ്റെയും ബോഞ്ചിതയുടെയും ഫോട്ടോ കണ്ട സിത്താര ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിലെ ബോഞ്ചിതയെ ഹീരാമണ്ഡി എന്ന് പറഞ്ഞ സ്ഥലത്തെ താരാബായി എന്ന സ്ത്രീയുടെ വേശ്യാലയ കോട്ടയിലേക്ക് കൊണ്ടുപോയിരുന്നില്ലേ. അപ്പോൾ ആ താരാബായിയുടെ മകളായിരിക്കും ഈ സിത്താര. അപ്പോൾ തൻ്റെ അമ്മയെയും കോട്ടയെയും ഇല്ലാണ്ടാക്കിയ അവരോടുള്ള പക ഇനി അവരുടെ മകൾ ദുർഗയോട് തീർക്കാമെന്ന് ആ സ്ത്രീ സന്തോഷത്തോടെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ അഭിരൂപിനെയും അനിർബാനെയും തന്നെയാണ് കാണിക്കുന്നത്. നേരത്തെ ഉണ്ടായ ആ നാടകമെല്ലാം അനിർബാൻ്റെ മാത്രമല്ല അവരുടെ രണ്ടുപേരുടെയും കൂടെ പ്ലാനാകും. പിന്നെ ചാരു ദുർഗയോട് അനിർബാനെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അഭിരൂപിൻ്റെ വീട്ടിലേക്ക് ജോലിക്കാരൻ എന്ന പേരിൽ അവർക്ക് വേണ്ടി ചാരപ്പണി ചെയ്യാൻ ചാരു ഒരാളെ അയക്കുന്നുണ്ട്. പിന്നെ അനിർബാൻ ദുർഗയോട് അവളെ അവന് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ സംസാരിച്ച് അവൾക്ക് അവനോട് പ്രണയം തോന്നിക്കണം, എന്നാലേ ദുർഗയും ചാരുവും തമ്മിലുള്ള ആ സീക്രട്ട് എന്തായാലും എനിക്ക് അറിയാൻ പറ്റൂ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം അനിർബാൻ ദുർഗയുടെ അടുത്ത് ചെന്ന് അവന് അവളെ ഇഷ്ടമാണെന്നും നാളെ നടക്കാൻ പോകുന്ന എൻഗേജ്മെൻറ്റ് നടക്കാൻ പാടില്ല, നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നെല്ലാം പറയുന്നുണ്ട്. ദുർഗയ്ക്കും ഈ എൻഗേജ്മെൻറ്റും കല്യാണമൊന്നും നടക്കരുതെന്ന് തന്നെയാകും മനസ്സിൽ. അവൾക്ക് അനിർബാനെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പറ്റില്ല എന്ന് അവനോട് കരഞ്ഞു പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അനിർബാൻ ഈ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്നും ആ കേസിൽ അവൻ്റെ അച്ഛൻ ജയിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും അവൾക്ക് അറിയുന്നുണ്ടാവില്ല. പിന്നെ ദുർഗ എൻഗേജ്മെൻറ്റിന് ഒരുങ്ങുമ്പോഴും അനിർബാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൾ എവിടെ നോക്കിയാലും അവിടെയെല്ലാം അനിർബാൻ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. അതിനുശേഷം ചാരു അനിർബാനോട് റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ മെല്ലെ ചാരു അവൻ്റെ കയ്യെ അവനറിയാതെ തന്നെ കട്ടിലിൽ കെട്ടിയിടുന്നുണ്ട്. അപ്പോൾ അവനെ ഇങ്ങനെ കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ് അവൾ ഇത്രയും ബിൽഡപ്പ് ഇട്ടിട്ട് റൊമാൻറ്റിക്കായിട്ട് അവനോട് പെരുമാറിയത്. എന്നിട്ട് അവനോട് അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോ, ഞാൻ ഒറ്റയ്ക്ക് ഓഫീസിലേക്ക് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവനാ കെട്ടഴിച്ച് വന്നിട്ട് ദുർഗയുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് തടയണം, അയാളൊരു കള്ളനും ഗുണ്ടയുമാണെന്ന് അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് ചാരുവും അവനും കൂടെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് സിത്താരയുടെ ആളുകൾ ദുർഗയാണെന്ന് വിചാരിച്ച് ചാരുവിനെ തട്ടിക്കൊണ്ടു പോവുകയാണ്.
പിന്നെ ദുർഗ തലകറങ്ങി വീഴുമ്പോൾ അനിർബാൻ വന്ന് അവൾക്ക് വെള്ളം കൊടുക്കുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. എന്നിട്ട് അനിർബാൻ എല്ലാവരോടും മുന്നയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പറഞ്ഞ് അവൻ്റെ കള്ളക്കളി പൊളിക്കുന്നുണ്ട്. പിന്നെ സിത്താരയ്ക്ക് ചാരുവിനെയാണ് ദുർഗയാണെന്ന് വിചാരിച്ച് അവർ കൊടുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടായാലും ദുർഗയെ ഞാൻ വെറുതെ വിടില്ല എന്ന് സിത്താര പറയുമ്പോൾ ചാരു ദേഷ്യം വന്ന് ആ സ്ത്രീയെ അടിച്ചിട്ട് ദുർഗയെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ സിത്താരയും അവളെ അടിക്കുന്നുണ്ട്, കഴുത്ത് ഞെരിക്കുന്നുണ്ട്. നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവസാനം തോക്കുകൊണ്ട് അവളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് അനിർബാൻ വന്നാണ് അവളെ അവരിൽ നിന്നെല്ലാം രക്ഷിക്കുന്നത്. അങ്ങോട്ട് ദുർഗയും വരുന്നുണ്ട്. അങ്ങനെ സിത്താര കാരണം ചാരുവിനെ തൻ്റെ കൂടെയുള്ള ദുർഗ റോയ് ചൗധരിയാണെന്നും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പഴയ ദുർഗ തന്നെയാണെന്നും മനസ്സിലാവാണ്. അപ്പോൾ സിത്താരയെ പോലീസുകാരെല്ലാം വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ചാരു ദുർഗയോട്, ദുർഗ റോയ് ചൗധരി, വർഷങ്ങൾക്ക് മുന്നേ നിൻ്റെ സൗഹൃദം കാരണം ഒരുപാട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്നോട് എനിക്ക് വെറുപ്പ് മാത്രമാണുള്ളത്. നീ എന്നെ ചതിച്ചു. ദുർഗ ചാരു എന്നുള്ള പേര് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അകറ്റിയതാണ്. അതിനി ഒരിക്കലും കൂടിച്ചേരില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ട് നിന്ന അനിർബാന് ഇവരുടെ ഇടയിൽ എന്താ പ്രശ്നമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നിട്ട് അവൻ ചാരു പോകുമ്പോൾ അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. അവൾ മുറിവിൽ മരുന്ന് വയ്ക്കുന്ന സമയത്ത് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് അവൻ മനസ്സിലെ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് വേദനിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ട് നീയും ദുർഗയും തമ്മിലുള്ള പ്രശ്നം എന്താ, നിങ്ങൾ മുന്നേ തന്നെ അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളെ ദുർഗ ജയിലിലാക്കിയ കാര്യം, ആ 10 വർഷം അവൾ ആ ജയിലിൽ ഒരുപാട് അനുഭവിച്ചു, അവിടെ വന്നിട്ടാണ് അവൾ വക്കീലായത് എന്നെല്ലാം അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന്. അപ്പോൾ അവൻ നേരെ ദുർഗയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അവൾ അവളുടെ ഭാഗം പറയുകയാണ്. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സമ്പൂർണ്ണ ബിനോയെ കൊണ്ട് അവളും ചാരുവും തമ്മിൽ ഒരു ബന്ധവും ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യിപ്പിച്ചില്ലേ, ആ കാര്യങ്ങളെല്ലാം അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് അനിർബാന് ഇവർ തമ്മിലുള്ള പ്രശ്നം വെറും തെറ്റിദ്ധാരണയുടെ പേരിൽ മാത്രമാണെന്ന് മനസ്സിലാവാണ്. എന്നിട്ട് അവൻ ദുർഗയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നമെല്ലാം ഞാൻ മാറ്റും, നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുമെന്ന് വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അനിർബാൻ അഭിരൂപിനോട് ദുർഗയുടെ കല്യാണം അവൻ മുടക്കിയ കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഭിരൂപ്, ഞാൻ എന്തായാലും റോയ് ചൗധരി വീട്ടിലേക്ക് നാളെ പോകുന്നുണ്ട്, നിൻ്റെയും ദുർഗയുടെയും കല്യാണ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.